പണമെടുത്തു, നോട്ട് നിരോധിക്കുന്ന സമയത്ത് പണമെടുത്തു. He took money away from you when he gives the entire agricultural system to 2 or 3 of his corporate friends. മൂന്ന് നിയമങ്ങളിലൂടെ മുഴുവൻ കാർഷിക മേഖലയെയും അദ്ദേഹത്തിന് 2-3 കുത്തക മുതലാളിമാർക്ക് നൽകിയതിലൂടെ കൃഷിക്കാരിൽ നിന്നും അദ്ദേഹം പണം കൈവരിക്കുകയാണ്. Every time you fill fuel in your car, in your scooter, in your bus, in your auto rickshaw, they are taking money away from you. ഏതൊരു പ്രാവശ്യം നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ ഓരോ പ്രാവശ്യവും കാറിൽ യാത്ര ചെയ്യുമ്പോൾ, അതുപോലെ തന്നെ സ്കൂട്ടറിൽ യാത്ര ചെയ്യുമ്പോൾ, ഓട്ടോറിക്ഷ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾ കയ്യിൽ നിന്നും പണം അവർ നേരിട്ട് അപഹരിക്കുകയാണ് ചെയ്യുന്നത്. When the CPM does not give a job to a young Keralite and gives it to a member of the left organization, they are taking money from you. നമ്മുടെ നാട്ടിലെ CPM അവര് അർഹതപ്പെട്ട ആർക്കും ജോലി നൽകുന്നില്ല, മറുഭാഗത്ത് അനർഹരായ അവരുടെ ബന്ധുമിത്രാദികൾക്കും വേണ്ടപ്പെട്ടവർക്കും ജോലി കൊടുക്കുന്നതും അവർ ചെയ്യുകയാണ്. അതോടൊപ്പം നമ്മളിൽ നിന്നും പൈസ അവരും കവർന്നെടുക്കുകയാണ്. And it is our experience that if you want an economy to grow, you have to give money to people. നമ്മുടെ അനുഭവത്തിൽ നമുക്ക് പറയാൻ സാധിക്കും, സമ്പദ്ഘടന ശക്തിപ്പെടണമെങ്കിൽ നിങ്ങൾ ജനങ്ങളിലേക്ക് പണം എത്തിക്കണം എന്നുള്ളതാണ് കാര്യം. That is why one of the reasons I want him to win is because we want to do Nyaya Yojana in Kerala. സജീന്ദ്രനെ വിജയിപ്പിക്കാനുള്ള ഒരു കാരണമായിട്ട് നമ്മൾ പറയുന്നത്, സജീന്ദ്രനെ വിജയിപ്പിച്ച് UDF അധികാരത്തിൽ കൊണ്ടുവന്നാൽ ന്യായ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കണം എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. What is this Nyaya Yojana? എന്താണ് ന്യായ പദ്ധതി? What is the idea behind the Nyaya scheme? എന്താണ് ഈ ന്യായ പദ്ധതിയുടെ പിന്നിലുള്ള ആശയം? 6,000 rupees every single month, 72,000 rupees a year, every single year to every single poor Kerala. ഓരോ മാസവും 6,000 രൂപ വെച്ച്, അതായത് വർഷത്തിൽ 72,000 രൂപ വെച്ച് ഓരോ പാവപ്പെട്ട കേരളത്തിലെ കുടുംബത്തിനും മിനിമം വരുമാനം ഉറപ്പാക്കുന്ന പദ്ധതിയാണ് ന്യായ പദ്ധതി. Not for 1 month, not for 2 months, but until that person comes out of poverty. ഒരു മാസത്തേക്കോ 2 മാസത്തേക്കോ അല്ല ഇത്. ആ മനുഷ്യൻ ദാരിദ്ര്യത്തിൽ നിന്നും പുറത്ത് കടക്കുന്നത് വരെ ഈ സഹായം കൊടുക്കുക എന്നുള്ളതാണ്. Now you think about that. If you imagine all the people in Kerala and you think about their bank accounts right now, there will be many bank accounts that will have almost no money in them. നിങ്ങൾ ആലോചിച്ച് നോക്കണം, നമ്മുടെ നാട്ടിലെ എല്ലാവരുടെയും ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിച്ചാൽ ഒരുപാട് പാവപ്പെട്ടവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ ശൂന്യമായിരിക്കും, പൂജ്യമായിരിക്കും, അതിനകത്ത് ഒരു പൈസ ഉണ്ടാവില്ല. Those bank accounts represent the fear of the people of Kerala. നമ്മുടെ നാട്ടിലെ പാവപ്പെട്ടവരെ ബാങ്ക് അക്കൗണ്ടുകളാണ് അത്തരം ബാങ്ക് അക്കൗണ്ട് ഉണ്ടാകുന്നത്. Somebody is scared that he might not be able to get medicines for his father. Somebody is scared that he may not be able to get medicines for his father. സ്വന്തം അച്ഛന് വേണ്ടി മരുന്ന് വാങ്ങിക്കാൻ പണമില്ലാത്തവരുണ്ടാവും ഇഷ്ടംപോലെ. Somebody is scared that he might not be able to give education to his daughter. മകൾക്ക് വേണ്ടത്ര ശ്രദ്ധ കൊടുക്കാൻ കഴിയാത്ത ഒരുപാട് രക്ഷകർത്താക്കൾ നമ്മുടെ നാട്ടിലുള്ള സാമ്പത്തിക പ്രതിസന്ധി. Every day he looks at his bank account and he says, I will not be able to feed my family. എല്ലാ ദിവസവും ബാങ്ക് അക്കൗണ്ട് നോക്കുമ്പോൾ കുട്ടികളെ സഹായിക്കാൻ, മകനെ സഹായിക്കാൻ പറ്റുന്നില്ലോ എന്നുള്ള ചിന്തയും ദുഃഖവുമാണ് ഓരോ പാവപ്പെട്ടവരുടെയും മുന്നിലുണ്ടാവുക. He goes to sleep worried. He goes to sleep worried. He goes to sleep worried. ഉറക്കം കിട്ടാതെയുള്ള ആലോചനകളായിട്ട് ആയിരിക്കും ഇദ്ദേഹം ഉണ്ടാക്കാൻ പോകുന്നത്. Now you imagine, after Nyaya Yojana, there will be no bank account in Kerala which will be zero. അത് ന്യായം നടപ്പിലാക്കി കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളെല്ലാം അവസാനിപ്പിക്കും. ഒരു ബാങ്ക് അക്കൗണ്ടും ശൂന്യമായി പിന്നെ കിടക്കില്ല എന്നുള്ളതാണ്. Not a single one. No farmer, no rubber farmer, no fisherman, no widow. Nobody's bank account will have zero in it. പാവപ്പെട്ട ഏത് തൊഴിലാളിയായാലും, മത്സ്യത്തൊഴിലാളിയായാലും, റബ്ബർ കൃഷിക്കാരായാലും, സാധാരണ കൃഷിക്കാരനായാലും, വിധവകളായാലും അവരുടെ എല്ലാം ബാങ്ക് അക്കൗണ്ടുകൾ ഒന്നും ശൂന്യമായിട്ടിരിക്കില്ല എന്നുള്ള ഉറപ്പാണ് ഞങ്ങൾ നൽകുന്നത്. That is the first law he is going to sign. First law he is going to support. അതുകൊണ്ടാണ് ആദ്യമായിട്ട് ഈ സജീന്ദ്രനെ പിന്തുണക്കണമെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. And that is why it is important that you send him into the Vidhan Sabha. അതുകൊണ്ടാണ് നിങ്ങൾ എല്ലാവരും വളരെ പ്രാധാന്യമായിരിക്കുന്നത് നിങ്ങൾ ഈ സജീന്ദ്രനെ നിയമസഭയിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി അയക്കണമെന്ന് ഞാൻ പറയുന്നത്. The second reason you should send him into the Vidhan Sabha
he is going to guarantee that our rubber farmers get 250 rupees a kilo for rubber. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇദ്ദേഹത്തെ വിജയിപ്പിക്കുന്നുള്ള കാര്യം ഉറപ്പുവരുത്തുകയാണ്. ഓരോ റബ്ബർ കർഷകനും കിലോ ഒന്നിന് 250 രൂപ എന്ന് പറയുന്നത് ഉറപ്പുവരുത്തും. ഓരോ He is going to press the button that passes the bill. അത് കേരള നിയമസഭയിൽ പോയി പുള്ളി നമ്മുടെ സജീന്ദ്രൻ വെക്കുന്ന ഓരോ അമർത്തുന്ന ഓരോ ബട്ടണും ഈ റബ്ബർ വില 250 രൂപയാക്കി നിജപ്പെടുത്താൻ വേണ്ടി സഹായിക്കുന്നതായിരിക്കും. I gave a speech in Parliament some time back where I said the national government is run on the idea of hum do hamare do. ഞാൻ പാർലമെന്റിന് മുമ്പ് സംസാരിച്ചപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം സംസാരിച്ചപ്പോൾ ഞാൻ പറയണ്ടായി, നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിന് ഒരു ആശയം മാത്രമേ ഇപ്പം നിലവിലുള്ളൂ. നമ്മൾ രണ്ട് നമുക്ക് രണ്ട് എന്നുള്ള ആശയം മാത്രമേ ഉള്ളൂ. The Prime Minister supports 2 or 3 large corporations and gives them whatever they want. നമ്മുടെ പ്രധാനമന്ത്രിക്ക് ഏറ്റവും ഇഷ്ടമുള്ള 2-3 കുത്തക മുതലാളിമാരെയാണ് അദ്ദേഹം എപ്പോഴും സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. We are going to give your money back to you. നിങ്ങളുടെ പണം നിങ്ങളിലേക്ക് കൊടുക്കുക എന്നതാണ് നമ്മുടെ ആശയമായിട്ട് നമ്മളിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. Remember, don't forget, the idea behind the corporation is to make money. കോർപ്പറേറ്റുകൾക്ക് ഒറ്റ ആശയം മാത്രമേ ഉള്ളൂ, പണം എങ്ങനെയെങ്കിലും സമ്പാദിക്കുക എന്നുള്ള ഒരു ആശയം മാത്രമേ കോർപ്പറേറ്റുകളുടെ മുന്നിലുള്ളൂ. There is no other idea behind it. അവർക്ക് വേറെ ഒരു ആശയവും അവർക്കില്ല. It can hide behind other ideas. മറ്റ് ആശയങ്ങളെല്ലാം ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് ഈ ആശയമാണ് അവർക്കുള്ളത്. It can pretend to be something else. അത് മറ്റൊരു രീതിയിൽ അവർ അവതരിപ്പിക്കും. But a corporation has only one idea. ഏത് രീതിയിൽ അവതരിപ്പിച്ചാലും അവരെങ്ങനെ പ്രസന്റ് ചെയ്താലും ഈ മുതലാളിമാർക്ക് ഒറ്റ ഐഡിയ മാത്രമേ ഉള്ളൂ, എങ്ങനെയെങ്കിലും പണം സമ്പാദിക്കുക എന്നുള്ള ആശയം മാത്രമേ അവർക്കുള്ളൂ. And that is to maximize profit. അവരുടെ ലാഭം വർദ്ധിപ്പിക്കുക, പരമാവധിയാക്കുക എന്നുള്ള ആശയമാണ്. Our idea is not to maximize profit. പരമാവധി ലാഭം വർദ്ധിപ്പിക്കുക എന്നുള്ളതല്ല നമ്മുടെ ആശയം. Our idea is to work for the people of Kerala and maximize their strength. നമ്മുടെ ആശയം കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക, അവരുടെ ശക്തി പരമാവധിയായിട്ട് വർദ്ധിപ്പിക്കുക, ജനങ്ങളുടെ ശക്തി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. That is why we are going to give farmers a separate budget. അതുകൊണ്ടാണ് നമ്മൾ കൃഷിക്കാർക്ക് വേണ്ടി മാത്രമായിട്ട് ഒരു ബഡ്ജറ്റ് ഉണ്ടാക്കുമെന്നുള്ള പ്രഖ്യാപനം നമ്മൾ നടത്തിയിരിക്കുന്നത്. So all our farmers will know in the beginning of the year what we are going to do for them. എല്ലാ വർഷവും ആരംഭത്തിൽ തന്നെ ഓരോ കൃഷിക്കാരനും അറിയാം എന്താണ് സർക്കാർ അവർക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നത്. And I want to tell you why we want to give you money. നിങ്ങൾക്ക് എന്തിനാണ് പണം തരുന്നത് എന്നുള്ള കാര്യം ഞാൻ പറയാൻ ഉദ്ദേശിക്കുകയാണ്. It is like a car. ഇത് ഒരു കാറിനെ കാണു നോക്കൂ. ആ കാർ, if you have a car, it doesn't have petrol, it will not start. പെട്രോൾ ഇല്ലെങ്കിൽ ആ കാർ ഓടിക്കാൻ പറ്റില്ല. Today the economy of Kerala is like a car without petrol. നമ്മുടെ നാട്ടിലെ സംസ്ഥാനത്തിന്റെ സമ്പദ്ഘടന പെട്രോൾ ഇല്ലാത്ത ഒരു കാറിനെ പോലെയാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ നിൽക്കുന്നത്. Nothing inside. താക്കോല് തുറന്നുകൊണ്ടിരിക്കാൻ വേണ്ടി തിരിച്ചുകൊണ്ടേയിരിക്കും. The chief minister gets up every morning, he gets in the car, he starts the car, nothing happens. നമ്മുടെ മുഖ്യമന്ത്രി തന്നെ കാറിൽ ഇരിക്കുന്നുണ്ടാവും. നിങ്ങൾ സങ്കല്പിക്കുക, അദ്ദേഹം സ്വിച്ച് അമർത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ടാവും, തിരിക്കുന്നുണ്ടാവും, വലിക്കുന്നുണ്ടാവും, പക്ഷെ കാർ അനങ്ങുന്നില്ല, മുന്നോട്ട് പോകുന്നില്ല. കാരണം പെട്രോൾ ഇല്ല കാറിനകത്ത്. Communists do not understand economics. നമ്മുടെ കമ്മ്യൂണിസ്റ്റുകാർക്ക് സാമ്പത്തിക ശാസ്ത്രം അറിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. They don't understand. Housewife understands economics. Housewife understands economics. നമ്മുടെ വീട്ടമ്മമാർ സാമ്പത്തിക ശാസ്ത്രം അവർക്ക് നന്നായിട്ട് അറിയാം. Auto driver understands economics. ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് അറിയാം സാമ്പത്തിക ശാസ്ത്രം Any കൃത്യമായി. shopkeeper understands economics. ഏത് കടക്കാരനും അറിയാം കൃത്യമായിട്ട് സാമ്പത്തിക ശാസ്ത്രം. But communists do not understand economics. പക്ഷേ നമ്മുടെ കമ്മ്യൂണിസ്റ്റുകാർക്ക് സാമ്പത്തിക ശാസ്ത്രം അറിയില്ല. I try to explain them. ഞാൻ പലപ്പോഴും അവരോട് വിശദീകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. If the chief minister put money into people's hands, the economy would start. നമ്മുടെ മുഖ്യമന്ത്രി പാവപ്പെട്ടവരുടെ കയ്യിലേക്ക് പണം എത്തിച്ചിരുന്നുവെങ്കിൽ സമ്പദ്ഘടന ശക്തിപ്പെടുമായിരുന്നു. And maybe he's watching, so I will repeat it. അദ്ദേഹം ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. It's simple. ഇത് വളരെ ലളിതമാണ്. First, you put money into people's hands. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ സാധാരണക്കാരുടെ ജനങ്ങളുടെ കൈകളിലേക്ക് പണം എത്തിച്ചു കൊടുക്കുക. The more people whose hands you put it, the better. The more people you put it into the hands, the better. എത്ര പേർക്ക് കൂടുതൽ കൊടുക്കുന്നുവോ അത്രയും നല്ല കാര്യമാണ്. Once you put money into their hands, people will start to buy things. നിങ്ങൾ ഒരു പ്രാവശ്യം ഈ പണം സാധാരണക്കാരുടെ കയ്യിൽ എത്തിച്ചാൽ അവർ സാധനങ്ങൾ വാങ്ങാൻ തുടങ്ങും. കടകളിൽ പോകും, സാധനങ്ങൾ വാങ്ങാൻ തുടങ്ങും. Father will buy something
സഹോദരിമാർ സഹോദരന്മാർക്ക് വേണ്ടി വലുതും വാങ്ങും. When these people start buying things, factories will need to produce these things. ഇത്തരം സാധനങ്ങൾ വാങ്ങാൻ തുടങ്ങിയാൽ ഈ സാധനങ്ങൾക്ക് ലഭ്യത വേണം. അതുകൊണ്ട് സാധനങ്ങൾ ഉണ്ടാക്കേണ്ടതായിട്ട് വരും. When factories need to produce these things, factories will go and look for people to work in the factories to produce the things. ഫാക്ടറികൾ ഇത്തരം ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി തുടങ്ങുമ്പോൾ അവർക്ക് കൂടുതൽ ആളുകളെ ഉൽപ്പാദനത്തിനായിട്ട് ആവശ്യം വരും, കൂടുതൽ തൊഴിലാളികളെ ആവശ്യം വരും. And the economy will start to work. അങ്ങനെയാണ് സമ്പദ്ഘടനയെ ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്നത്. Not complicated. But see, the problem is they have read Karl Marx. സത്യം എന്ന് പറയുന്നത് പ്രശ്നം എന്തെന്ന് പറഞ്ഞാൽ അവർ കാർൽ മാർക്സിന്റെ അനുയായികളാണ്. So they don't want to look at anything other than this Karl Marx. അവർ ഈ കാർൽ മാർക്സിന്റെ സിദ്ധാന്തങ്ങളെ അല്ലാതെ വേറെ ഒരു രീതിയിൽ ചിന്തിക്കത്തേ ഇല്ല എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. And the tragedy is they even misinterpret Karl Marx. ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത് കാർൽ മാർക്സിനെ പോലും തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് അവർ അവതരിപ്പിക്കാറുള്ളത്. Because instead of trying to understand Karl Marx, they worship Karl Marx. കാർൽ മാർക്സിനെ മനസ്സിലാക്കുന്നതിന് പകരം കാർൽ മാർക്സിനെ ആരാധിക്കുകയാണ് അവർ ചെയ്യുന്നത്. If they try to understand him, they would have a different view. കാർൽ മാർക്സിനെ ശരിയായ രീതിയിൽ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു ആശയം ഉണ്ടായേനെ. So we are going to put massive amount of money into the economy and we are going to start the economy. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഭരണം കിട്ടിയാൽ നമ്മൾ ഈ സമ്പദ്ഘടനയിൽ കാര്യമായ രീതിയിൽ പണത്തിന്റെ ഒഴുക്കുണ്ടാക്കും. അതിലൂടെ സമ്പദ്ഘടനയെ ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകും. Our chief minister will sit in the car, he will give money to the people of Kerala, then he will turn the key in the car and the car will start. നമ്മുടെ മുഖ്യമന്ത്രി കാറിൽ ഇരിക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് പണം കൊടുക്കും, പാവപ്പെട്ടവർക്ക് പണം കൊടുക്കും. എന്നിട്ട് അദ്ദേഹം സ്വിച്ച് തിരിച്ചാൽ കാർ മുന്നോട്ട് ഓടുക തന്നെ ചെയ്യും. And the left front chief minister will look and say, how did this happen? അപ്പോൾ നമ്മുടെ ഇടത് മുഖ്യമന്ത്രി നോക്കും, ഇതെന്താ ഇങ്ങനെ സംഭവിക്കുന്നത്? ഞാൻ നിന്നപ്പോൾ കാർ ചലിച്ചില്ലല്ലോ, ഇപ്പോഴെന്താ കാർ ചലിക്കുന്നത് നോക്കും. I was turning the key, nothing happened. ഞാൻ പല പ്രാവശ്യം കാർ തിരിച്ചു നോക്കി, അതിന്റെ സ്വിച്ച് തിരിച്ചു നോക്കി, ഒന്നും സംഭവിച്ചില്ലല്ലോ. And this UDF chief minister has come, he turned the key, the car is started. UDF മുഖ്യമന്ത്രി വന്നപ്പോൾ കാർ സ്റ്റാർട്ട് ചെയ്തു. Because we believe in the people of Kerala. കാരണം നമ്മൾ ജനങ്ങളിൽ വിശ്വസിക്കുന്നു, കേരളത്തിലെ ജനങ്ങളിൽ വിശ്വസിക്കുന്നു. They believe in people of the left front. അവർ അവരുടെ പാർട്ടിക്കാരിൽ മാത്രം വിശ്വസിക്കുന്നു. Difference. ഇതാണ് വ്യത്യാസം. For us, every single person in Kerala is ours. നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഓരോ പൗരനും നമ്മുടേതാണ്. Doesn't matter which religion, doesn't matter where he comes from, doesn't matter male, female, boy, girl, old, doesn't matter. Everybody belongs to. ജാതി വ്യത്യാസമില്ലാതെ, ആൺപെൺ വ്യത്യാസമില്ലാതെ, ഏതെങ്കിലും ഭാഷയുടെ വ്യത്യാസമില്ലാതെ ആരായിക്കോട്ടെ, നമ്മൾക്ക് കേരളീയരെ സംബന്ധിച്ചും എല്ലാം ഒരേ രീതിയിലാണ് നമ്മൾ അവരെല്ലാം കാണാൻ ആഗ്രഹിക്കുന്നത്. And that is why we use the strength of Kerala to do our work. അതുകൊണ്ടാണ് കേരളത്തിന്റെ ശക്തി ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ പണി ചെയ്യുക, നമ്മുടെ ജോലി നമ്മൾ ചെയ്യുന്നത്. They think of Kerala and then they think of left organization. അവർ കേരളത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അവരുടെ സ്വന്തം സംഘടനയെ കുറിച്ചാണ് അവർ ചിന്തിക്കുക. That is the difference. അതാണ് വ്യത്യാസം. There's one other very big difference. ഒരു വ്യത്യാസം കൂടി ഉണ്ട്. Some time back I went to Middle East. ഞാൻ കുറച്ചു കാലം മുമ്പ് നമ്മുടെ ഗൾഫ് നാടുകളിൽ പോയിരുന്നു. And in the Middle East I went to see a hospital. അവിടെ ഗൾഫ് നാടുകളിൽ ഒരു ആശുപത്രി കാണാൻ പോവുകയുണ്ടായി. Very fancy hospital, high technology, all sorts of machines. വളരെ അത്യന്താധുനിക സാങ്കേതിക സൗകര്യങ്ങളുള്ള ഏറ്റവും മികച്ച രീതിയിൽ പണിതിരിക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു ഹോസ്പിറ്റലായിരുന്നു. Very clean. വളരെ വൃത്തിയുള്ളതായിരുന്നു. Very expensive. വളരെ വില കൂടിയ ആശുപത്രിയായിരുന്നു. And then I asked them, what makes your hospital successful? ഞാൻ അവിടെ ചോദിച്ചു, നിങ്ങളുടെ ഈ വലിയ ആശുപത്രി എങ്ങനെയാണ് വിജയകരമായി നിങ്ങൾ കൊണ്ടു നടക്കുന്നത്? I thought they will say, we have very good machines, we have ECG machine, we have very good technology. ഞാൻ ധരിച്ചത് അവരുടെ മറുപടി, ഞങ്ങൾക്ക് നല്ല മെഷീനുകളുണ്ട്, നല്ല സാങ്കേതിക വിദ്യകളുണ്ട്, നല്ല ECG മെഷീൻ ഉണ്ട് എന്നൊക്കെ തന്നെയായിരിക്കും അവർ പറയുമെന്ന് വിചാരിച്ചു. Maybe they'll say we have very good strategy on how to treat people. ഞങ്ങളുടെ നല്ല ഒരു തന്ത്രമുണ്ട് ഈ രോഗികളെ എങ്ങനെ ചികിത്സിക്കുന്നതിനെ കുറിച്ച് എന്ന് പറയുമെന്നുകൂടി ഞാൻ ധരിച്ചു. Then suddenly the fellow answers and he says, our biggest strength, Kerala nurses. പക്ഷേ നമ്മൾ തെറ്റിക്കൊണ്ട് ആ സഹോദരൻ പറഞ്ഞത് നമ്മുടെ ഏറ്റവും വലിയ ശക്തി സ്രോതസ് എന്ന് പറയുന്നത് നമ്മുടെ മലയാളി നഴ്സുമാരാണ് എന്നുള്ളതാണ്. He's telling me, without Kerala nurses, this hospital cannot run.
അദ്ദേഹം പറയായിരുന്നു എന്നോട്, കേരള നഴ്സസ് ഇല്ലാതെ ഈ ഹോസ്പിറ്റൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയില്ല എന്നുള്ളത്. Then he says to me, we've got nurses from other places also, but nobody is as good as Kerala nurses. അദ്ദേഹം പറയുകയുണ്ടായി, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നഴ്സുമാരും മറ്റ് പ്രദേശങ്ങളിലെ നഴ്സുമാരൊക്കെ ഉണ്ട്, പക്ഷേ ഏറ്റവും നന്നായി ജോലി ചെയ്യുന്നത് കേരള നഴ്സുമാരാണ് എന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നു. I got curious also. I got curious. എനിക്ക് വളരെയേറെ താല്പര്യമുണ്ടായി ഇത് കേൾക്കാൻ. I said, why Kerala nurses? What is so great about Kerala nurses? I wanted to understand. എന്താണ് കേരള നഴ്സസ്മാർക്ക് ഇത്രയേറെ പ്രത്യേകത എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാൻ ചോദിച്ചു. So he says to me, Kerala nurses understand the pain of a patient best. അതിന്റെ യഥാർത്ഥ കാരണം കേരളത്തിലെ മലയാളി നഴ്സുമാർക്ക് ഒരു രോഗിയുടെ യഥാർത്ഥ വേദന മനസ്സിലാക്കി ചികിത്സിക്കാനും പരിചരിക്കാനും കഴിയുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. So now, can I ask you one question? Do you think the left front people understand the pain of Kerala best? നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ കേരളത്തിലെ ജനങ്ങളുടെ വേദന മനസ്സിലാക്കാൻ ഈ ഇടതുപക്ഷത്തിന് കഴിയുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ? This is your tradition. Somebody in the Middle East is telling me that Kerala nurses understand pain best. നമുക്കറിയാം, ഗൾഫ് നാടുകളിലുള്ളവർ എന്നോട് പറയുന്നു, ചിലർ പറയുന്നു, കേരളത്തിലെ മലയാളി നഴ്സുമാർക്ക് രോഗികളുടെ വേദന അറിയാൻ കഴിയുന്നുണ്ട് എന്ന് അവർ പറയുന്നു. This is your history. ഇതാണ് നിങ്ങളുടെ ചരിത്രം. Now answer me one question. ഞാൻ ഒരു ചോദ്യത്തിന് ഉത്തരം പറയും. നിങ്ങൾ, if your chief minister understands the pain of Kerala's youth best, നമ്മുടെ മുഖ്യമന്ത്രിക്ക് കേരളത്തിലെ ചെറുപ്പക്കാരുടെ വേദന അറിയാൻ പറ്റുന്നുണ്ടോ എന്നുള്ള ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. if he has the same feeling that a Kerala nurse has when she's looking after somebody who's suffering, why did he not go and meet those students who are lying in front of the secretariat? കേരളത്തിലെ നഴ്സുമാർക്ക് വേദനിക്കുന്ന രോഗിയുടെ വേദന അറിയാൻ പറ്റുമായിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം കിടക്കായിരുന്ന ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരുടെ അടുത്ത് പോയിട്ട് എന്താണ് നിങ്ങളുടെ പ്രശ്നമെന്ന് ചോദിക്കാൻ കഴിയാതെ പോയത്? Do you think, faced with a person who's not well, maybe a person criticizes a Kerala nurse, do you think she will say to him, I will not treat you because you criticize me? ഏതെങ്കിലും ഒരു രോഗി പരിചരിക്കുന്ന നഴ്സുമാരോട് വിമർശനപരമായി സംസാരിച്ചാൽ ആ നഴ്സ് ആ രോഗിയെ ചികിത്സിക്കില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? Do you think she will say to that patient that, look, I'm going to let you die now because you said something against me? നിങ്ങൾ എനിക്കെതിരെ വല്ലതും പറഞ്ഞതുകൊണ്ട് നിങ്ങളെ ഒരു കാരണവശാലും ചികിത്സിക്കാൻ പോയാൽ നിങ്ങൾ പോയി മരിച്ചോളൂ എന്ന് ആ നഴ്സ് പറയോ? Never. ഒരിക്കലും പറയില്ല. Even if the patient shouts at her, abusing her, she will treat her. ആ പേഷ്യന്റ് അവരോട് അകാരണമായി ശകാരിക്കുകയോ ദേഷ്യപ്പെടുകയോ ചെയ്താലും പറയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. And that is the type of chief minister you should have. പക്ഷേ നമ്മുടെ മുഖ്യമന്ത്രി ഇതൊന്നും കണ്ടാലും പൂസുന്ന ആളല്ലാണെന്നാണ്. I guarantee you that if ever youngsters are protesting outside a UDF chief minister's office, the UDF chief minister will go and embrace those youngsters. ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു, ഞാൻ ഉറപ്പായിട്ട് പറയുന്നു, ഒരു UDFന്റെ മുഖ്യമന്ത്രിയാണ് ഭരിക്കുന്നതെങ്കിൽ സെക്രട്ടേറിയറ്റ് മുമ്പിൽ ചെറുപ്പക്കാർ ഇതുപോലെ സമരം ചെയ്യുക, UDFന്റെ മുഖ്യമന്ത്രി നിർബന്ധമായും അവരെ കാണാൻ പോകും, അവരുടെ സങ്കടങ്ങൾ കേൾക്കുന്നതിന്. Because the UDF chief minister will have the spirit of Kerala inside his heart. കാരണം UDFന്റെ മുഖ്യമന്ത്രിക്ക് അദ്ദേഹത്തിന് കേരളത്തിന്റെ വികാരം അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. The LDF chief minister has the spirit of the left organization inside his heart. ഇടതുപക്ഷത്തിന്റെ മുഖ്യമന്ത്രിക്ക് അവരുടെ സ്വന്തം സംഘടനയുടെ വികാരം മാത്രമേ അവരുടെ മനസ്സിലുള്ളൂ എന്നുള്ളതുകൊണ്ടാണ് അവരെ നോക്കുന്നത്. And it is fine. That is their way. This is our way. ഓക്കെ, അത് ശരി. അവർക്ക് അവരുടെ വഴി, നമുക്ക് നമ്മുടെ വഴി. I am not going to criticize his way. Maybe he prefers that way. It is okay. ഞാൻ ആ വഴിയെ വിമർശിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹം ആഗ്രഹിക്കുന്ന വഴിയായിരിക്കും, അങ്ങനെ പോട്ടെ. But for us, everybody is Kerala. നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാവരെയും ബഹുമാനിക്കുന്ന ഒരു വഴിയേ നമുക്കുള്ളൂ, അതാണ് നമ്മുടെ വഴി. Everybody who is upset, everybody who is suffering, everybody who is having a difficult time is Kerala. ആർക്കൊക്കെയാണ് ബുദ്ധിമുട്ടുണ്ടാകുന്നത്, ആർക്കൊക്കെയാണ് പ്രയാസം ഉണ്ടാകുന്നത്, അവരെല്ലാം സഹായിക്കുന്ന ഒരു നടപടിയും ഒരു വഴിയുമായിരിക്കും നമ്മുടെ വഴി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. Even if he is a little angry with us, he is our person. കുറച്ച് ദേഷ്യം വന്നാലും നമുക്ക് അവരോട് തന്നെയായിരിക്കും സ്നേഹം. So thank you very much for coming here this evening.
ഇവിടെ വന്ന് വൈകുന്നേരം നിങ്ങൾ വന്ന് ഈ സംസാരത്തിൽ പങ്കെടുത്ത് നിങ്ങളോട് വളരെയധികം നന്ദി പറയുകയാണ്. And I'm confident that you will give him the opportunity. I'm confident that you will give him the opportunity to turn Nyaya into law. ഞാൻ വിചാരിക്കുന്നു, ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങൾ ഒരവസരം കൂടി നൽകും ശ്രീ സജീന്ദ്രനെ ന്യായ് പദ്ധതി നടപ്പിലാക്കാനായിട്ട്.